കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടുത്തെ മുൻപാകെ കടന്നു വരാൻ കർത്താവ് നൽകിയ സാവകാശം നമുക്ക് ശ്രേഷ്ഠമായി എണ്ണാം. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ന് സങ്കീർത്തനക്കാരൻ പാടുന്ന സങ്കീർത്തനം 42. അവിടെ ദൈവത്തിൽ പ്രത്യാശ വെക്കാനാണ് പറയുന്നത്. വിഷാദമുള്ളിൽ വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, ഭയം വരുമ്പോൾ ദൈവത്തിൽ പ്രത്യാശ വെക്കണം. ഇന്നലെ വിടുവിച്ച ദൈവം പൗലോസ് പറയുന്ന പോലെ ഇന്നും വിടുവിക്കും, മേലാലും വിടുവിക്കും, ഞങ്ങളവനിൽ ആശ വച്ചിരിക്കുന്നു. ഈ ഒരാശ എപ്പോഴും നമ്മുടെ അകത്തുണ്ടാകണം. ഇന്നലെ പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കും, ഇന്നും കരുതും, ഇന്നും നടത്തും, ഇന്നും ശക്തീകരിക്കും. ഇന്നും അവിടുത്തെ കരം എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി വെളിപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാൻ തയ്യാറാവണം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം പ്രിയരെ, യഹോവയുടെ കരം കുറുതായി പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം നമ്മുടെ ചെവികളൊക്കെ പലപ്പോഴും അടഞ്ഞിരിക്കുക അല്ലേ? പക്ഷേ ദൈവത്തിൻ്റെ ചെവി എപ്പോഴും തുറന്നിരിക്കുക, എപ്പോഴും കേൾക്കാൻ. പക്ഷേ അടുത്ത വാക്യം നോക്കൂ, നമ്മുടെ അകൃത്യങ്ങളാണ് ദൈവപ്രവർത്തിയത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല, നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നില്ല. പലപ്പോഴും അവിശ്വാസം വരുന്നു, സംശയിക്കുന്നു. ഇത് ദൈവത്തിന് കഴിയുമോ? നാളെ എന്തായിത്തീരും? ഇങ്ങനെ പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഒറ്റയ്ക്കാകുമോ? കാര്യങ്ങൾ കൈവിട്ടു പോകുമോ? വാക്ക് പറഞ്ഞൊരു ദൈവമില്ലേ? വിശ്വസ്തനായൊരു ദൈവമില്ലേ? വിശുദ്ധനായൊരു ദൈവമില്ലേ? സർവശക്തനായൊരു ദൈവമില്ലേ? ആ ദൈവത്തിൻ്റെ മുമ്പാകെ അടുത്ത് വരാൻ തയ്യാറാവണം. ആ ദൈവത്തിൻ്റെ മുമ്പാകെ കടന്നു വരാൻ തയ്യാറാവണം. സംശയം കൂടാതെ വിശ്വസിക്കണം. ആശ പോയ സമയത്താണ് പൗലോസ് പറഞ്ഞത്, രക്ഷപ്പെടുമോ എന്നുള്ള ചിന്ത പോലും നഷ്ടപ്പെട്ടു അല്ലേ? ഈശാനമൂലൻ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. സൂര്യനെ, ചന്ദ്രൻ്റെ വെളിച്ചം കാണാൻ പറ്റാത്ത ദിനരാത്രങ്ങൾ. ജീവനോട് ഇരിക്കുമോ എന്ന് പോലും ചിന്തിച്ചു. പക്ഷേ രാത്രിയിൽ കർത്താവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ധൈര്യത്തോടെ ഇരിപ്പീൻ, പ്രാണന് ഹാനി വരികയില്ല. ധൈര്യത്തോടെ. ആ വാക്കിൽ പൗലോസ് പ്രത്യാശ ഏറ്റെടുക്കുകയാണ്. നമ്മളാണെങ്കിലോ എന്ത് കണ്ടിട്ടാണ്? ഒരു വാക്ക് കേട്ടിട്ട് പ്രത്യാശിക്കാൻ പറ്റുമോ? പക്ഷേ പൗലോസിനറിയാം, എന്നോട് സംസാരിച്ചവൻ ആരാണ്? എൻ്റെ ഉടയവനാണ്. എന്നെ വിളിച്ചവനാരാന്ന് എനിക്കറിയാം. ഈശാനമൂലൻ കാറ്റിനേക്കാൾ കീഴാക്കാൻ കഴിവുള്ളവൻ. പ്രതികൂലങ്ങളാഞ്ഞടിക്കുമ്പോൾ പ്രതികൂലങ്ങളെ ശാസിക്കുന്നവൻ, പ്രതിസന്ധിയിൽ ഇറങ്ങി വന്ന് എനിക്ക് സകലവും കഴിയുമെന്ന് പറയുന്നവൻ. അതാ പൗലോസ് ധൈര്യപ്പെട്ടത്. നമ്മളാണെങ്കിലോ സൂര്യനെ കാണുന്നില്ല, വെളിച്ചം കാണുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇനി എന്തോ പ്രതീക്ഷയാ. പക്ഷേ ദൈവശബ്ദം പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കും. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഫോഷ്കിൻ്റെതല്ല, വിടുതൻ്റെതാണ്. നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുമെങ്കിൽ ആ കടലിനകത്ത് പൗലോസേ, നിന്നെ തകർക്കുന്ന ഒരു കർത്താവിനെ സേവിക്കാനല്ല നീ ഇറങ്ങിയത്. നിന്നെ കൊണ്ട് ചെയ്യിക്കേണ്ടത്, നിൻ്റെ കുടുംബത്തെ കൊണ്ട് ദൈവാത്മാവ് ചില വ്യക്തികളോട് പറയുന്നു, ചെയ്യിക്കേണ്ടത് ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവം. പകുതി വഴിക്ക് നടുക്കടലിൽ അസ്തമിപ്പിക്കുന്ന സർവശക്തനെ അല്ലല്ലോ സേവിക്കാൻ ഇറങ്ങിയത്. പിന്നെന്തിനാ നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് വേദനയോടെ സങ്കടത്തോടെ ആയിരിക്കുന്നത്? യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെടുക. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയെങ്കിൽ തന്നെ പ്രത്യാശ വയ്ക്കുക. ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് ഇന്നും നമുക്ക് അടുത്ത് വരാം. നമ്മുടെ ദൈവം ഉണ്മയുള്ളവൻ, നമ്മുടെ ദൈവം സർവശക്തൻ, നമ്മുടെ ദൈവം ഉന്നതൻ, നമ്മുടെ ദൈവം
ഉയർന്നിരിക്കുന്നവൻ. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയും ദൈവം. നമുക്കെതിരെയുള്ള ചില ആലോചനകൾ, പദ്ധതികളെ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ദൈവം അത് മറിക്കാൻ പോകുക. നിങ്ങളെ ഒതുക്കുവാൻ, നിങ്ങളുടെ ഗമനത്തെ ആഗമനത്തിന് കെണിവെക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ നിൽക്കുന്ന ചില പദ്ധതികൾ നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനെ പൊളിക്കാൻ പോയ മറുവശത്ത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞോളൂ. ദൈവസാന്നിധ്യം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകൂ. 17-ാം സങ്കീർത്തനം 5-ാമത് വാക്യം, എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകൾ തന്നെയായിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, കർത്താവേ, കപടമില്ലാത്ത തരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. എൻ്റെ വിധി മറ്റെങ്ങുമൊന്നുമല്ല വരുന്നത്, അങ്ങയിൽ നിന്നാണ് പുറപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ദാവീദ് ഇത് പറഞ്ഞത്? അതാ നമ്മുടെ കുറിവാക്യം. എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെയായിരുന്നു. നമ്മുടെ നടപ്പ് ദൈവത്തിൻ്റെ ചുവടുകളിലാണോ? ദൈവഹിതപ്രകാരമാണോ? വചനപ്രകാരമാണോ? ദൈവത്തിൻ്റെ വഴിയിലാണോ നടക്കുന്നത്? അങ്ങനെയെങ്കിൽ നിന്റെ കാൽ വഴുതുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ചുവടുകൾ വെക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവൻ അത് നിർവഹിക്കും. പ്രിയരെ, പരാജയപ്പെട്ട മനുഷ്യബുദ്ധിയിൽ ആശ്രയിച്ച് തലകുനിക്കപ്പെട്ട നിന്റെ വിഷയങ്ങൾ, എങ്ങുമെത്താതെ പെൻഡിങ്ങായി നിൽക്കുന്നത് ഇന്ന് പകൽ ദൈവത്തിൽ ഫലമേൽപ്പിക്കുക. ദൈവത്തിൻ്റെ ചുവടുകളിൽ തന്നെ നടക്കണം. ഇഷ്ടമുള്ള പോലെ നടക്കരുത്, ഇഷ്ടമുള്ള സ്റ്റെപ്പ് എടുക്കരുത്, വിവേകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ സ്റ്റെപ്പുകളെടുത്ത് ദൈവപ്രവൃത്തിയെ തടയരുത്. വിളിച്ചു പറ, കർത്താവേ, എൻ്റെ വഴികൾ അങ്ങയുടെ ചുവടുകൾ തന്നെയായിരുന്നു. ദൈവഹിത പ്രകാരമാണോ കഴിഞ്ഞ ദിവസം മുതൽ നടന്നത്? ഒന്ന് ശാന്തമായി ചിന്തിക്കും. നമുക്കറിയാം, ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് ദൈവം വെളിപ്പെടുത്തും. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കരത്തിൽ പിടിച്ച് നടന്ന മനുഷ്യൻ. നോഹ ദൈവത്തിൻ്റെ കൃപ കണ്ടെത്തിയ മനുഷ്യനാണ്. എപ്പോഴാണെന്നറിയാമോ? വഷളത്വം പ്രബലപ്പെട്ട ആ കാലഘട്ടത്തിലും നീതിമാനായി നടന്ന നോഹ പരാജയപ്പെട്ടില്ല. പ്രളയം ശക്തമായപ്പോഴും നോഹയുടെ വചനം കേട്ട് പലരും നഷ്ടപ്പെട്ടു പോയപ്പോഴും നോഹയുടെ പെട്ടകത്തെ ദൈവം നടുക്കടലിലേക്ക് തള്ളിവിട്ടില്ല. ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യനായിരുന്നു നോഹ. നിങ്ങൾക്കറിയാം, നോഹയുടെ പെട്ടകത്തെ ദൈവം അറാറാത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ചെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ ചുവടുകളിൽ തന്നെ നടക്കാൻ, ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം നടക്കാൻ, വിശുദ്ധിയോടെ നടക്കാൻ, ആത്മാവിൽ നടക്കാൻ, ആത്മാവിൽ സഞ്ചരിക്കാൻ തയ്യാറാകുന്നവർ, അവരുടെ പാതകളെ നേരെയാക്കുന്ന ദൈവം, അവരുടെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ദൈവം. ഹല്ലേലൂയ! ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കുന്ന ദൈവം ഇന്നും നമ്മോടുകൂടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ അവരോട് പറയുന്നു, എൻ്റെ കാൽ വഴുതുകയുമില്ല. ധൈര്യത്തോടെ പറ, നിൻ്റെ കാൽ വഴുതുവാൻ, ഇടറിപ്പോകാൻ, പകുതി വഴിക്ക് അസ്തമിക്കാൻ ആവർത്തിച്ച് ദൈവാത്മാവ് പറയുന്നു. പൂർത്തീകരിക്കാതെ വണ്ണം നീ തകർന്നു പോകത്തില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം കാണും. വഴുതിപ്പോകുന്നവരുടെ കൂട്ടത്തിലല്ല, നിൻ്റെ കരത്തിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. കാരണം നീ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നവനാ. യെസ്, എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു. ഉറപ്പാക്കാമോ? എൻ്റെ കുടുംബത്തിൻ്റെ നടപ്പ്, എൻ്റെ തലമുറകളുടെ നടപ്പ്, എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ എല്ലാം ദൈവത്തിൻ്റെ ചുവടുകളിൽ തന്നെ ഞാനായിരുന്നു. ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കൽ ഇരുന്ന കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ മറിയേ, നിൻ്റെ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ, കല്ല് വെച്ചു നാറ്റം വെച്ചു എന്ന് പറയുമ്പോൾ
അവിടേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്, കർത്താവുണ്ട്. കാരണം കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ അവിടുത്തെ ചുവടുകളിൽ അവിടുത്തെ ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരുന്ന കുടുംബത്തെ കർത്താവ് കൈവിട്ടില്ലെങ്കിൽ, കാൽ വഴുതുവാൻ ഇടറുവാൻ എൻ്റെ കർത്താവ് അനുവദിച്ചില്ലെങ്കിൽ അവിടുന്ന് വിളിച്ചു പറയുന്നു, ആ ദൈവം നിൻ്റെ ദൈവമാണ്. വിളിച്ചൊരു തീരുമാനമെടുക്കുക. എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു. എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവനെ എടുത്തു കേട്ടോ. ഒരു ശക്തിക്ക് തടയാൻ പറ്റിയില്ല. ദൈവത്തോടുകൂടെ നടക്കുന്നവനെ ഇരുത്തേണ്ടടുത്ത് ദൈവം ഇരുത്തും, എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. പ്രതിസന്ധിയിൽ ദൈവം അവനെ കരം പിടിച്ച് നടത്തും. അവൻ്റെ കാൽ വഴുതാതെ വണ്ണം ദൈവം സൂക്ഷിക്കും. ദൈവാത്മാവിനെ ശക്തീകരിക്കും. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മേൽ വെളിപ്പെട്ടു വരട്ടെ. ചുവടുകൾ അങ്ങയുടെ പാദപീഠത്തിങ്കൽ മാത്രമായിരിക്കാൻ ഓ ഹല്ലേലൂയ ഇടയാക്കണം. അങ്ങയുടെ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ അങ്ങയുടെ പാതയിൽ മാത്രം നടക്കാൻ, വചനപ്രകാരം ജീവിക്കാൻ, ആത്മാവിൽ നടക്കാൻ, അഭിഷേകത്തോടെ മുമ്പോട്ട് പോകാൻ, പ്രാർത്ഥനയോടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കാൻ ഞങ്ങളെല്ലാം ഇടയാക്കണം. ഞങ്ങളുടെ കാൽ വഴുതാതെ ഞങ്ങളെ കാക്കുന്നവൻ, ഇസ്രായേലിൻ്റെ പരിപാലകൻ, മയങ്ങാതെ ഉറങ്ങാതെ ഞങ്ങളെ കാക്കുന്നവൻ, കാൽക്കടിയിൽ കെട്ടി കർത്താവെ കുടുങ്ങിപ്പോകാതിരിക്കാൻ, അവിടുത്തെ വഴിയിൽ മാത്രം നടക്കാൻ ഇന്ന് പ്രഭാതത്തിലും അവിടെ ഞങ്ങളെ ഇടയാക്കണം. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ, തലമുറകൾ ആത്മാവിൽ ശക്തരാകട്ടെ, അടഞ്ഞ വാതിൽ തുറക്കട്ടെ, നിരാശകൾ പ്രത്യാശയെ മാറട്ടെ. ആത്മാവിൻ്റെ വലിയ ഇടപെടിയിൽ ഇന്ന് പകൽ ജനത്തിൻ്റെ മേൽ വെളിപ്പെട്ട് വരട്ടെ. നാളുകൾ പ്രാർത്ഥിച്ചിട്ട് ഇനി ഒരു വിടുതലില്ലയോ എന്ന് ചോദിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവം എഴുന്നേറ്റ് വന്നിരിക്കാൻ സ്തോത്രം. അങ്ങ് ജയം കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. ചില തകർച്ചകളെ എടുത്തു മാറ്റിയിരിക്കാൻ സ്തോത്രം. ചില ശൂന്യമായ കരങ്ങളെ ദൈവം നിറയ്ക്കുന്നതിനായി സ്തോത്രം. നിവർന്ന് തലകളെ പൊക്കാൻ പരിശുദ്ധാത്മാവ് ശക്തമായി ദൂതറിയിക്കുന്നു. ഇവിടെ മഹത്വമുള്ള ഭുജം അനുകൂലമായി വെളിപ്പെടുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ദൈവകൃപയുടെ ആഴങ്ങൾ വെളിപ്പെട്ടു വരും. നമ്മുടെ നടപ്പ് ദൈവത്തിൻ്റെ ചൂടുകൾ മാത്രമായിരിക്കണം. അങ്ങനെയെങ്കിൽ കാൽ വഴുതാൻ സമ്മതിക്കുകയില്ല. ഗമനത്തെയും ആഗമനത്തെയും സ്ഥിരമാക്കുന്ന ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഈ വചനങ്ങളെല്ലാം അവിടെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രശംസിച്ചു.